ജബ ടോക്കീസിലേക്ക് സ്വാഗതം. ഡെസ്പിക്കബിൾ മീ എന്ന് പറയുന്ന ആനിമേറ്റഡ് ഫ്രാഞ്ചൈസിയുടെ 4-ാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 4-ാം ഭാഗമായിട്ടുള്ള ഡെസ്പിക്കബിൾ മീ 4ന്റെ സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ കിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് കയറുന്നത്. അപ്പോൾ രണ്ട് സിനിമകളും രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന് ചിരിച്ചിരിക്കാനുള്ളതാണെങ്കിൽ മറ്റത് തരിച്ചിരിക്കാനുള്ളതാണ്. കിൽ എന്ന് പറയുന്ന സിനിമയുടെ ചില വിവരണങ്ങൾ ഞാൻ ഈ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് എടുത്തു നോക്കാവുന്നതാണ്. ഡെസ്പിക്കബിൾ മീ 4ലേക്ക് വരികയാണെങ്കിൽ ഇത് അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനുള്ളൊരു സിനിമയാണ്. ഈ ഫ്രാഞ്ചൈസിക്ക് ലോകമെമ്പാടും ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നൽകുവാൻ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ് റെനാർഡാണ്. അദ്ദേഹം തന്നെയാണ് ഡെസ്പിക്കബിൾ മീ 1ഉം 2ഉം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഹാർട്ട് ടച്ച് മൊമെന്റുകളും അതേപോലെ തന്നെ മിനിയൻസിനോടൊത്തുള്ള ഗ്രൂവിന്റെ സാഹസിക യാത്രയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വൈൽഡ് അഡ്വഞ്ചർ ആനിമേറ്റഡ് ഫാന്റസി മൂവി തന്നെയാണ് ഡെസ്പിക്കബിൾ മീ. ഈ സിനിമയിൽ ചില പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഏകദേശം പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നാൽ പോലും അതായത് ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണെങ്കിൽ പോലും ഈ സിനിമ നൽകുന്ന ഒരു എന്റർടൈൻമെന്റ് വാല്യൂവിന് അതൊട്ടും കുറവ് വരുത്തുന്നില്ല എന്നതാണ്. ഗ്രൂവിനെ ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് കുറച്ചും കൂടി ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയുടെ ഭാഗമായിട്ട് ലൊക്കേഷൻ മാറിയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് എത്തിച്ചെല്ലുമ്പോൾ ഗ്രൂവിനും അതേപോലെ തന്നെ ഫാമിലിക്കും അനുഭവിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിനിമയിലെ വോയിസ് ആർട്ടിസ്റ്റുകളുടെ പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. എല്ലായ്പ്പോഴും മികച്ചതെന്ന പോലെ ഗ്രൂവിന്റെ ക്യാരക്ടറിലെത്തിയ സ്റ്റീവ് കരൽ മികച്ചതാക്കിയപ്പോൾ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത മാക്സിം ലേമാലിന് ശബ്ദം കൊടുത്ത വില്യം ഫെറലും മോശമാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഡെസ്പിക്കബിൾ മീ 1, 2, 3 ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സിനിമയിലെ കഥ എന്ന് പറയുന്നത് ഒരു കെട്ടുറപ്പില്ലാത്തത് പോലെയൊക്കെ തോന്നിപ്പോവും. മുന്നേ ഉള്ള സിനിമകളിൽ കിട്ടിയ ആ ഒരു ഫീല് കഥയുടെ കാര്യത്തിൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ പോലും ലോകത്തിൽ കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവരും അതേപോലെ തന്നെ യങ് ഏജിലുള്ളവരും ഈ കഥാപാത്രങ്ങളെ സ്വീകരിച്ചത് കൊണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു ശ്രദ്ധേയമായ കഥയെ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ സിനിമ സമ്മാനിക്കുന്ന രസകരമായ മുഹൂർത്തങ്ങൾ ഓർമ്മിച്ചു വെക്കാനുള്ള നിമിഷങ്ങളെയായിരിക്കും അവർ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഒരു സ്പോയിലർ അലർട്ട് പോലൊക്കെ പറയുകയാണെങ്കിൽ സിനിമ കണ്ടവർക്കറിയാം, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചേസ് സീനിലൊക്കെ ടെർമിനേറ്റർ തീം സോങ് ഒക്കെ വെച്ചത് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയാണ് സൂപ്പർ മാരിയോ ബ്രോസ് ഇറങ്ങിയതിന് ശേഷം മോസ്റ്റ് എക്സ്പെൻസീവ് ആനിമേറ്റഡ് ഫ്രാഞ്ചൈസിയിൽ വന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം. ഏകദേശം ഒരു $100 മില്യൺ ആണെന്ന് തോന്നുന്നു. ഡെസ്പിക്കബിൾ മീ 3 ഇറങ്ങിയിട്ട് 7 കൊല്ലത്തിന് ശേഷമാണ് ഈ സിനിമ വരുന്നതെന്ന് ഓർക്കണം. ഭയങ്കര ഒരു ഗ്യാപ്പാണത്. ഈ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ മറ്റൊരു അനുഭവം എനിക്കുണ്ടായി. കാരണം ഞാൻ ഇവിടുന്ന് 10-40 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ നഗരഹൃദയത്തിൻ്റെ ആ ഒരു തിയേറ്ററിൽ എത്തിയപ്പോൾ ഞാൻ മാത്രമേ ആ സിനിമ കാണാൻ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഷോ നടക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാളിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെയും ഒരു 3-4 പേര് മാത്രമേ എത്തിയിട്ടുള്ളായിരുന്നു. എങ്കിലും അവിടെ ഷോ ഇട്ടിരുന്നു. ഇത്രയും ആരാധകരുള്ള ഒരു സിനിമയ്ക്ക് എൻ്റെ ജില്ലയിലെ എൻ്റെ നഗരഹൃദയത്തിലെ പ്രധാനപ്പെട്ട ഒരു തിയേറ്ററിൽ, അതും ഹോളിവുഡ് സിനിമകൾ മാത്രം കളിക്കുന്ന ഒരു തിയേറ്ററിൽ ഒരു ഷോ കളിക്കാതെ പോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും സിനിമ കണ്ടിട്ട് എനിക്ക് ഒട്ടും നിരാശ വന്നിട്ടില്ല. കാരണം തീർച്ചയായിട്ടും ഒരു ഫൺ റൈഡ് തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ ഡെസ്പിക്കബിൾ മീ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ജബ്ബ ടോക്സിൽ വീണ്ടും കാണാം.